ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമം മാത്രം ഇന്നിവിടെ മഹത്വപ്പെടുമാറാകട്ടെ. എനിക്ക് മുമ്പേ പാടിയ എല്ലാവരുടെയും ഗാനങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. കാരണം ഈ പറഞ്ഞ ഈ മാധ്യമങ്ങളിൽ നിന്നാണ് ഞാൻ വന്നത്. ഇങ്ങനത്തെ പാട്ടുകളായിരുന്നു ഞങ്ങൾ അവിടെയൊക്കെ പാടിക്കൊണ്ടിരുന്നത്. അതായത് പാട്ടുകാർക്ക് മാത്രം പാടാൻ കഴിയുന്ന വളരെ ശ്രമമേറിയ പാട്ടുകൾ. അവരിവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഒരു വിഷൻ ഇതാണ്: ഒരു വലിയ ദർബാർ, അതിൽ രാജാവായി ദൈവം ഇരിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പേ ഇരുന്ന് ഈ ഗായകർ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഗായകർ ദൈവത്തെ സ്തുതിച്ച് പാടുന്നു. ദൈവം പ്രസാദിക്കുന്നു. ഇതാണ് എൻ്റെ മനസ്സിലുണ്ടായ ഒരു ഇമേജ്. നമ്മൾ പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. പാട്ട് പാടുന്ന ആൾക്കറിയാം എന്താണ് അകത്ത് സംഭവിക്കുന്നത്. നമ്മൾ പാടുമ്പം നമ്മുടെ ബുദ്ധി കൊണ്ട് ആ ട്യൂൺ മനസ്സിൽ ആലോചിച്ച് അത് നമ്മുടെ ബ്രെയിൻ നേരെ വോക്കൽ കോഡിലേക്ക് സിഗ്നൽ വിടുന്നു. നമ്മുടെ ശ്വാസകോശത്തു നിന്ന് വായു പുറത്തോട്ട് വരുന്നു. അതിനനുസരിച്ച് വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആ പിച്ചിൽ ആ ശബ്ദം വായിൽ കൂടെ വരുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്നത്. പക്ഷേ അതിൽ നമ്മളെ വിശ്വാസികളെന്ന നിലയ്ക്ക് കുറച്ചും കൂടെ കയറി ചിന്തിക്കുമ്പം ഇതിലെ ഓരോ കോർഡിനേഷൻ്റെ പുറകെ ദൈവമുണ്ട് എന്നുള്ളൊരു വലിയ കാര്യമാണ്. ഇതിൽ ഓരോ പ്രോസസ്സിൻ്റെ ഇടയിലും ദൈവമുണ്ട്. കോവിഡിൻ്റെ സമയത്ത് ഞാൻ കുടുംബമായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക്, എനിക്കും വൈഫ് ശ്രുതിക്കും, ഞങ്ങൾക്ക് കോവിഡ് വന്നപ്പം കോവിഡിന് ശേഷം ഞങ്ങൾക്ക് വന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതായിരുന്നു. ഞങ്ങളുടെ ബ്രെയിൻ കോർഡിനേഷൻ അനുസരിച്ച് ഞങ്ങളുടെ വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്യത്തില്ല. ചിന്തിക്കുന്നതൊന്ന്, വായിൽ കൂടെ വരുന്നത് വേറും. പാട്ടുകാരെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഒന്ന്, വായിൽ കൂടെ വരുന്ന വേറൊന്നായാൽ മറ്റേ നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗറെ സംബന്ധിച്ച് ശരത് സാർ പറയുന്നതല്ല, മൊത്തം പിച്ച് ഔട്ടാണ്. എല്ലാം പിച്ച് ഔട്ടാണ് വരുന്നത്. ഈവൻ ആ സമയത്ത് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇമ്മാനുവൽ ഇപ്പോൾ ഉഴപ്പല്ലേ, പ്രാക്ടീസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ കടന്നു വന്ന സാഹചര്യം നമുക്ക് മാത്രം അറിയത്തുള്ളൂ. ഒരു വികലാംഗനെ പോലെ ഒരു പാട്ടുകാരന് പാടാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അവനെ കൊണ്ടെന്നിന് കൊള്ളാം. ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. 2021 ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പം 2012 ഞാൻ ഈ തീരുമാനമെടുത്ത് കർത്താവിന് വേണ്ടി മാത്രം പാടണമെന്ന് തീരുമാനിച്ചു വന്നത്. 2021 സംഭവിക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ സ്റ്റുഡിയോയിലിരുന്ന് ഞാൻ ദൈവത്തോട് കരഞ്ഞു ചോദിച്ച എന്നെ കൊണ്ടുള്ള പർപ്പസ് തീർന്നു. പക്ഷേ ഒരു 8 മാസം എടുത്തു എനിക്ക് എൻ്റെ ശബ്ദം എൻ്റെ കൺട്രോളിൽ തിരിച്ചെത്താൻ. കാരണം ശബ്ദത്തിന് കുഴപ്പമില്ല, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ ശബ്ദത്തെ. പക്ഷെ ആ 8 മാസത്തിൽ എൻ്റെ ദൈവം പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, എന്നെ പഠിപ്പിച്ചു. കാരണം ഈ ഒരു റിയാലിറ്റി ഷോയും ഇതിൻ്റെ ഫെയിമൊക്കെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് നാച്ചുറലി എൻ്റെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് ഈ പാട്ട് പാടാൻ പറ്റും, എനിക്ക് ഏത് പാട്ടും പാടാൻ പറ്റും. കാരണം ഞാനൊരു പാട്ടുകാരനാണ്, ഞാനത് ലോകത്തിൻ്റെ മുമ്പിൽ തെളിയിച്ചതാണ്. അങ്ങനെ പല പാട്ടുകളും എനിക്ക് അനായാസം പാടാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളിലുണ്ട്. അതാ ദൈവം ആ 8 മാസത്തിൽ അത് തകർത്ത് കളഞ്ഞു. കാരണം ദൈവത്തിന് ആവശ്യമില്ലാത്തതും അതാണ്. തന്നാൽ ഉപയോഗിക്കപ്പെടണമെങ്കിൽ ഈ ഇൻസ്ട്രുമെൻറ്റിനെ പറ്റി ഒരു കോൺഫിഡൻസും പാടില്ല. നമ്മുടെ കയ്യിൽ, ഈ പാട്ടുകാരൻ്റെ കയ്യിലിരിക്കുന്ന മൈക്ക് പോലെ ഉള്ളൂ നമ്മളെ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ. മൈക്കിന് സ്വന്തമായിട്ടൊന്നും ചെയ്യാനില്ല. ദൈവത്തിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എന്നിലൂടെ സംസാരിക്കാം, അല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല. എൻ്റെ കഴിവിൽ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച് ഒരു പാട്ട് പാടാൻ കഴിഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെ ശുശ്രൂഷ നടക്കും. അല്ലാത്ത സമയങ്ങളിൽ ഇമ്മാനുവലിൻ്റെ ശുശ്രൂഷ നടക്കും. നമുക്ക് ദൈവത്തിൻ്റെ ശുശ്രൂഷയല്ല ചെയ്യണ്ടേ, ദൈവം ആളുകളെ സ്പർശിക്കണ്ടേ. അതിന് ഞാനല്ല സംസാരിക്കേണ്ടത്, ഞാനല്ല പാടേണ്ടത്, ദൈവമാണ് സംസാരിക്കേണ്ടത്, ദൈവമാണ് പാട്ട് പാടേണ്ടത്. ഹല്ലേലൂയ. ദൈവനാമം മാത്രം ഇവിടെ മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങളെല്ലാവരും പല പോസ്റ്ററുകളും പലരുടെ ഇൻവിറ്റേഷനും കണ്ടിട്ടായിരിക്കും വന്നത്. പക്ഷേ വാസ്തവത്തിൽ നിങ്ങളെ ദൈവമാണ് ഇവിടെ കൊണ്ടുവന്നത്. അനേകർക്ക് ഇൻവിറ്റേഷൻസ് പോയി, അനേകർക്ക് വിളി പോയിട്ടുണ്ട്. പക്ഷേ വന്നവർ ഇത്രയും പേര്, അല്ലെങ്കിൽ ഈ ഹാളിനകത്തിരിക്കാൻ പറ്റിയവർ ഇത്രയും പേര്. നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഒരു പർപ്പസാണ്.
ഇന്ന് ആ പർപ്പസ് നിറവേറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും കിട്ടിയേച്ച് വീട്ടിൽ പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് ഇത്രേ ഉള്ളൂ. എനിക്ക് നന്നായി പാടണമെന്നല്ല, ഇവിടെ ഉള്ള ആരും നന്നായിട്ട് വായിക്കണോ നന്നായിട്ട് പാടണമെന്നൊന്നുമല്ല. എനിക്കിന്ന് വീട്ടിൽ പോകുമ്പം എന്തെങ്കിലും കൊണ്ടുവേണം പോകാൻ, ആത്മീയമായിട്ട്. ദൈവം അതിന് വഴിയൊരുക്കട്ടെ. പ്രിയ ദൈവദാസൻ ഇവിടെ ദൈവവചനമായിട്ട് റെഡിയായിട്ട് നിൽക്കും. എനിക്കത് മുഖാന്തരം എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചേച്ചു വേണം എനിക്കിവിടെ നിന്ന് പോകാൻ. ആ ഒരു പ്രാർത്ഥനയോടുകൂടെ നമുക്കിവിടെ ആയിരിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. സന്നിധി ബോധത്തോടു കൂടെ ആയിരിക്കാം. നാം വണങ്ങുന്ന ദൈവം ഒരു ശിലയല്ല, ശില്പവുമല്ല, വിളിച്ചാൽ വിളി കേൾക്കാത്ത മരവുമല്ല. നാം സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്, ആത്മാവാകുന്ന ദൈവം. നമ്മുടെ വികാര വിചാരങ്ങളെ, ഉള്ളറകളെ, ഉൾപ്പുകളെല്ലാം വളരെ വ്യക്തമായി അറിയുന്നു. ഈവൻ നമ്മുടെ വികാരങ്ങൾ നമ്മൾ അറിയുന്നില്ലെങ്കിൽ പോലും ദൈവം അറിയുന്നു. എല്ലാം നമ്മളെ അത്രയ്ക്ക് നന്നായി അറിയുന്ന സൃഷ്ടിതാവിന്റെ സന്നിധിയിൽ നാം ഇരിക്കുമ്പം ഭയത്തോടും നിർമ്മലതയോടും വിശുദ്ധിയോടും കൂടെ നമുക്കിരിക്കാം. അവന്റെ നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ.